റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വടകര MDMA കേസിൽ അധ്യാപിക കീർത്തനയുടെ ഫോണിൽ ലഹരി ഇടപാട് സംബന്ധിച്ച ചാറ്റുകൾ കണ്ടെത്തിയിരിക്കുന്നു. NDPS കേസിലെ പ്രതികളുമായി നടത്തിയ ചാറ്റുകളും ഫോട്ടോകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കുട്ടികളെ ഉപയോഗിച്ച് കച്ചവടം നടത്തിയുവെന്നും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ ഗൂഗിൾ പേ ഇടപാടാണ് നടത്തിയതെന്നും അന്വേഷണ സംഘം. പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? കീർത്തനയെ കുരുക്കുന്ന തെളിവുകളാണോ പോലീസിന് ലഭിച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് കീർത്തനയെ കുരുക്കുന്ന തെളിവുകൾ തന്നെയാണ് നിലവിൽ ഇപ്പോൾ പോലീസിന്റെ പക്കലുള്ളത്. ഇന്നലെ നമുക്കറിയാം, കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെ കീർത്തന മാധ്യമങ്ങളോട് പ്രതികരണം നടത്തിയിരുന്നു. അതായത് താൻ ഈ കേസിൽ നിരപരാധിയാണ്, തനിക്ക് കേസുമായി യാതൊരു ബന്ധവുമില്ല, തന്റെ കൊയിലാണ്ടിയിലെ കനറ ബാങ്കിന്റെയും ഗ്രാമീണ ബാങ്കിന്റെയും ഒക്കെ തന്നെ അക്കൗണ്ടുകളിലെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ തന്നെ സത്യം തെളിയുമെന്നുള്ളതായിരുന്നു കീർത്തനയുടെ പ്രതികരണം. എന്നാൽ അങ്ങനെയല്ല സംഭവം എന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. അതായത് കീർത്തനയ്ക്ക് ഈ കേസിൽ കാര്യമായി തന്നെ ബന്ധമുണ്ട്. കേസിലെ പ്രധാന കണ്ണി കൂടിയാണ് കീർത്തന. ലഹരി ഇടപാടിന്റെ സാമ്പത്തിക ഇടപാടിന് കീർത്തന സഹായം നൽകി എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കസ്റ്റഡി അപേക്ഷയിൽ തന്നെ അക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. അതായത് NDPS കേസുകളിലെ പ്രതികളുമായി കീർത്തനയ്ക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ചാറ്റുകളും ഫോട്ടോകളും അടക്കം നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ കീർത്തനയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. അങ്ങനെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ വാട്സപ്പ് ചാറ്റുകളടക്കം അന്വേഷണം കണ്ടെത്തി. അതിൽ ലഹരി ആവശ്യപ്പെട്ട് നൽകിയ മെസ്സേജുകൾ, ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഗൂഗിൾ പേയുടെ സ്കാനർ അയച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ, ഒപ്പം ഫോട്ടോകൾ, ഇത്തരത്തിലുള്ള NDPS കേസുകളിലെ പ്രതികളായിട്ടുള്ള ആളുകളുമായി ഒപ്പം നിൽക്കുന്ന ഫോട്ടോകളടക്കം അന്വേഷണ സംഘത്തിന് കിട്ടി. അതുകൊണ്ട് തന്നെ ലഹരി സംഘവുമായി അധ്യാപികയായ കീർത്തനയ്ക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് തന്നെ ഉറപ്പിച്ചു പറയുകയാണ് പോലീസ്. ഒപ്പം ലഹരി ഇടപാടിന്റെ ഗൂഗിൾ പേ ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കണ്ടെത്തി. അതായത് ഈ കീർത്തനയുടെ ഗൂഗിൾ പേ വഴി ലക്ഷങ്ങളുടെ ഇടപാട് നടന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ആ രീതിയിൽ ഈ കേസിൽ കീർത്തനയ്ക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും. ഒപ്പം ഈ കേസിൽ പ്രധാനമായും നിലവിൽ അന്വേഷിക്കുന്നത് ഈ കീർത്തന അധ്യാപികയാണ്. ആ രീതിയിൽ അധ്യാപിക എന്ന നിലയിൽ കുട്ടികളെ കൂടി ലഹരി സംഘത്തിന്റെ അല്ലെങ്കിൽ ലഹരിയുടെ കണ്ണികളാക്കിയോ എന്ന അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സംശയം അന്വേഷണ സംഘം തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു. കസ്റ്റഡി അപേക്ഷയിൽ തന്നെ അക്കാര്യം പറയുന്നു. അതായത് ഇനിയിപ്പോൾ അന്വേഷണം നടത്തേണ്ടത് ഈ കേസിൽ കുട്ടികളെ ലഹരി ഇടപാടിന്റെ അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിന്റെ ഒക്കെ തന്നെ ഇരകളാക്കിയോ എന്നുള്ള കാര്യം സംശയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ്. അതുകൊണ്ടാണ് കീർത്തനയെ കസ്റ്റഡിയിൽ വേണ്ടത് എന്നടക്കം അന്വേഷണ സംഘം വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ കീർത്തന ഈ കേസിൽ പ്രതിയാണ് എന്ന് തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിർണായകമായ പല തെളിവുകളും അന്വേഷണ സംഘത്തിന് ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും കീർത്തനയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് കോടതിയിൽ കീർത്തനയെ ഹാജരാക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. ശരത്താണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ആ കാര്യത്തിൽ കൂടുതൽ കുരുക്ക് മുറിവുകയാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നത്.